ഹായ് ഹലോ നമസ്കാരം. ഇന്ന് വെള്ളത്തിലൂടെ പോണത് നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് കേട്ടോ. നമ്മളിന്ന് ലൈബ്രറിയിൽ ഇരുന്നിട്ട് പഠിക്കാൻ പോവാണ്. അങ്ങനെ ലൈബ്രറിയിലേക്ക് എത്തി. അവിടുത്തെ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അകത്ത് കയറി പഠിക്കാനുള്ള ബുക്സുകളൊക്കെ കൊണ്ടുവച്ചു. പഠിക്കാനിരുന്നു. 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ജീവൻ്റെ ജനിതകം എന്നുള്ളതിൽ കുറച്ച് ഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രിഗർ മെൻഡലിൻ്റെ ഒരു പയറുചെടിയിലെ പരീക്ഷണം മുതൽ കുറച്ചങ്ങോട്ടേക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെയാണ് ഇന്ന് ആദ്യമായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയത്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഹൈലൈറ്റർ വെച്ച് സാധാരണ ചെയ്യണ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പഠിച്ചത് ഇംഗ്ലീഷായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ടു തീർത്ത ക്ലാസ്സുകളുടെ നോട്ട്സുകളിലൊക്കെ നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കി. ഒപ്പം തന്നെ ഒരു 1 മുതൽ 5 വരെയുള്ള ഓക്സിലറി വെർബ്സിൻ്റെ റൂൾസുകളൊക്കെ ഒന്ന് പഠിച്ചു. ക്വസ്റ്റ്യൻ ടാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ചു. നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അത് PSCയിൽ എല്ലാത്തിലും അങ്ങനെ തന്നെ നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്കത് എക്സാം ഹോളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രാക്ടീസ് എത്രയുണ്ടോ അത്രയും നന്നായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആണ് മനസ്സിലാവുന്നത്. ഒന്ന് രണ്ട് വായനകൾക്ക് ശേഷം ഇതുപോലെ ഹൈലൈറ്റർ വെച്ച് ഇങ്ങനെ പ്രധാനപ്പെട്ടത് മാത്രം ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ അടുത്തൊരു വായനയിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാതും വിശദമായിട്ട് വായിക്കണം എന്നില്ല. നമുക്ക് ഈ ഹൈലൈറ്റർ വെച്ചത് മാത്രം ഇങ്ങനെ നോക്കി പോകുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാകും നമുക്ക് അന്ന് വായിച്ച കാര്യങ്ങൾ. പിന്നെ വായിക്കുമ്പോൾ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിച്ച കാര്യങ്ങൾ. അപ്പോൾ ഈ വരച്ചതുകൾ മാത്രം നോക്കുമ്പോഴേക്കും നമുക്ക് വേഗം അത് റീകോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഹൈലൈറ്റർ വെച്ച് വരയ്ക്കുന്നതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഹൈലൈറ്റർ വെച്ച് വരയ്ക്കുന്നതൊന്നും പുതിയ കാര്യമൊന്നുമല്ല. പഠനത്തെ സംബന്ധിച്ച് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാനിതിൽ വീഡിയോസിൽ ഉൾപ്പെടുത്തുമ്പോൾ ജിയിലെ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു, അത് പഠിച്ചു. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് യൂട്യൂബിലത്തെ കണ്ടു. പിന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് നേരമായി. അപ്പം നമ്മൾ പോവാണ് കേട്ടോ. ഓക്കേ.